ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം നടത്താൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകി. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള എഫ്ഐആർ ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും ഇഡിക്ക് കൈമാറാൻ കോടതി കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇഡിക്ക് സകല രേഖകളും നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി SITയോട് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇഡി കോടതിയോട് രേഖകൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക കുറ്റമായി ഇത് മാറുകയും ചെയ്യും. എന്തായാലും SITക്ക് കേസ് അന്വേഷണം നിർത്തിവെക്കേണ്ട ആവശ്യം വരില്ല. ഇതിൽ ഇഡി അന്വേഷണവും ഊർജിതമായി ഉണ്ടാകും എന്നതാണ്. പിടികൂടിയ കുറ്റവാളികളുടെ പണം എവിടേക്കാണ് മാറ്റിയത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട്, സ്വത്തുകൾ, ലോക്കർ എന്നിവ പരിശോധിച്ച് അതിൽ ആരൊക്കെ കുറ്റവാളികളാണ് എന്നത് കണ്ടെത്തുകയും ശേഷം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇഡിയുടെ അന്വേഷണം ഇപ്പോൾ വ്യാപിക്കും.